നമസ്കാരം സുഹൃത്തുക്കളെ, DBMS മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് എഴുതാം എന്നുള്ളതാണ്. ഇതിന് മുമ്പുള്ള വീഡിയോകളിലെല്ലാം നമ്മൾ കണ്ടത് ഒരേ ഒരു കണ്ടീഷൻ എങ്ങനെ സ്പെസിഫൈ ചെയ്യാം എന്നുള്ളതായിരുന്നു. നമുക്ക് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന വേർ ക്ലോസും നമ്മൾ പഠിച്ചു. അപ്പോൾ വേർ ക്ലോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ എഴുതുന്ന മാത്രമേ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ചില സിറ്റുവേഷനിൽ ഒന്നിലധികം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കേസ് വരാം. ഒന്നിലധികം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിസൾട്ട് എനിക്ക് വേണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കണ്ടീഷനുകളെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ആൻഡ് എന്നുള്ള വാക്ക്, അല്ലേ? അപ്പോൾ രണ്ട് കാര്യത്തിന് നമുക്ക് ജോയിൻ ചെയ്യാം, എ ആൻഡ് ബി. ഓക്കെ, എയും ബിയും രണ്ടും വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരുന്നൊരു മറ്റൊരു വാക്കാണ് ഓർ എന്നുള്ള വാക്ക്, അല്ലേ? എ ഓർ ബി, എയോ ബിയോ, ഇതിൽ ഏതെങ്കിലും ഓരെണ്ണം എന്നുള്ള. നമ്മൾ പ്രോഗ്രാമിങ്ങിലും ഇതേ കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ടല്ലോ, ആൻഡ് ഓർ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തും നമ്മുടെ mysql അകത്തും നമുക്ക് എഴുതാം. രണ്ട് കണ്ടീഷൻസിനെ ആൻഡും ഓറും വെച്ചിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. രണ്ടെന്നല്ല, ഒന്നിലധികം വരുന്ന എത്ര നമ്പർ ഓഫ് കണ്ടീഷൻസിന് വേണമെങ്കിലും. ഒരു ചെറിയ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെ റെക്കോർഡ്സിൽ എനിക്കിപ്പം അനില എന്നുള്ള ഒരു ടീച്ചർ നെയിം നോക്കിയാൽ ഇത് രണ്ട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എനിക്ക് കണ്ടീഷൻ ഇതാണ്, അനില എന്നുള്ള പേരും അതുപോലെ തന്നെ ഫോൺ നമ്പർ 1, 2, 3 ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള റെക്കോർഡ് മാത്രം എടുത്തിട്ട് വരണം എന്ന് കരുതുക. അപ്പോൾ എനിക്ക് വേണ്ട കണ്ടീഷൻ എന്താണ്? ടീച്ചർ നെയിം ഈക്വൽ ടു അനില എന്നും ഫോൺ നമ്പർ ഈക്വൽ ടു 1, 2, 3 എന്നുള്ള രണ്ട് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഫോം ചെയ്യുന്ന നോർമലി ഒരു ലാംഗ്വേജിൽ നമ്മൾ ഫോം ചെയ്യുന്ന പോലെ തന്നെ രണ്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ആൻഡ് ഉപയോഗിക്കണം. ഏതെങ്കിലും ഒരെണ്ണം മതി എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ ഓർ എന്നുള്ള കീവേഡ് ഉപയോഗിക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ് ക്വറി, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ടീച്ചേഴ്സ് വേർ ടീച്ചർ നെയിം ഈക്വൽസ് അനില. ഓക്കെ, അത് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഉണ്ടോ, അനില എന്നുള്ള പേരുള്ള രണ്ട് ടീച്ചർമാരെ നമുക്ക് കിട്ടി. നമുക്ക് ഒരു കണ്ടീഷനും കൂടെ അതിൻ്റെ അകത്ത് വേണം. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ മാത്രം പോരാ, നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ വേണം. അപ്പോൾ നമ്മൾ പറയാണ് വേർ ടീച്ചർ നെയിം ഈക്വൽ ടു അനിലയുടെ ഒപ്പം തന്നെ നമുക്ക് ഒരു കണ്ടീഷനോട് എഴുതാനുണ്ട്. എന്താണ്? ഫോൺ ഈക്വൽ ടു 156. ഈ രണ്ട് കണ്ടീഷൻ വേണം. അപ്പോൾ ഇതൊരു കണ്ടീഷനാണ്, ഇത് മറ്റൊരു കണ്ടീഷനാണ്. ഇത് രണ്ടിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ എഴുതുകയാണ് ആൻഡ് വേർ ടീച്ചർ നെയിം ഈക്വൽ ടു അനില ആൻഡ് ഫോൺ ഈക്വൽ ടു 156. അതായത് ടീച്ചർ നെയിം അനില എന്നായിട്ടുള്ളതും ഫോൺ നമ്പർ 156 എന്നായിട്ടുള്ളതുമായ റെക്കോർഡ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരിക. അപ്പോൾ നമ്മൾ ഗോ എടുത്തു കഴിഞ്ഞാൽ ഇനി ആക്ച്വലി നമുക്ക് ഒരു റിസൾട്ടേ കിട്ടത്തുള്ളൂ. കാരണം രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള, അതായത് ടീച്ചർ നെയിം അനില എന്നും ഫോൺ നമ്പർ 156 എന്നും രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത ഒരേ ഒരു റെക്കോർഡേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ജോയിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നത്, അതായത് മീൻസ് കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാവുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പം വേറെ എക്സാമ്പിൾ ഇവിടെ നോക്കിയപ്പം ഇവിടെ ലത എന്നുള്ളൊരു പേരുണ്ട്. ലത എന്നുള്ള പേരും 157 എന്നുള്ള ഫോൺ നമ്പറുള്ള ഒരു ടീച്ചറിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം കാര്യം തന്നെ നമുക്ക് എഴുതാം. സെലക്ട് സ്റ്റാർ ഫ്രം ടീച്ചേഴ്സ് വേർ ടീച്ചർ നെയിം ഈക്വൽസ് ടീച്ചർ നെയിം എന്നുള്ളായിരുന്നു ഫീൽഡ്. ഓക്കെ, ടീച്ചർ നെയിം തന്നെയാണ്. സോ വേർ ടീച്ചർ നെയിം ഈക്വൽസ് ലത ആൻഡ് ഫോൺ ഈക്വൽസ് 157. ഈ ക്വറി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ടീച്ചർ നെയിം ലത എന്നുള്ള ഫോൺ നമ്പർ 157 എന്നുള്ള റിസൾട്ട് കിട്ടി. സോ ഇതാണ് ആൻഡ് ക്ലോസിൻ്റെ പ്രത്യേകത. അപ്പം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡ്സ് മാത്രമായിരിക്കും അതെടുത്തിട്ട് വരുന്നത്. ഇനി ഓർ ക്ലോസ് എങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ആൻഡ് ക്ലോസിന് പകരം ഓർ ക്ലോസ് ആയിരുന്നു, അല്ലെങ്കിൽ ഓർ എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് കരുതുക. ലത ഓർ. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്യാപ്സിലോ ലോവർ കേസിലോ എഴുതാൻ രണ്ടിലും എഴുതിയാലും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പം ഓർന്ന് എഴുതുകയാണെന്ന് കരുതാം. ഓക്കെ, ആൻഡെന്നായിരുന്നു ആദ്യം എഴുതിയത്, അതിന് പകരം ഇപ്പോൾ എഴുതാണ് ഓർ. അതായത് ടീച്ചർ നെയിം ലത ഓർ ഫോൺ 157. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇപ്പോൾ ടീച്ചർ നെയിം ലത എന്നായാലും ഫോൺ 157 എന്നായാലും ഇതിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ആ റിസൾട്ട് എടുത്തിട്ട് വരും. അതാണ് ഓർ ക്ലോസിൻ്റെ പ്രത്യേകത. നമുക്കൊന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ലത എന്നുള്ള പേരുള്ള രണ്ട് റെക്കോർഡ് ഇവിടെ വന്നു. കാരണം നമ്മുടെ കണ്ടീഷൻ ഇതാണ്, ടീച്ചർ നെയിം ഈക്വൽ ടു ലത എന്ന് വന്നാൽ മതി. അല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഫോൺ നമ്പർ 157 എന്നുള്ളതായാലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു റെക്കോർഡിനും കൂടെ ഫോൺ നമ്പർ 157 ആക്കുകയാണെന്ന് കരുതുക. സുനിൽ എന്നുള്ള റെക്കോർഡ്, അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ 157 എന്നാക്കുകയാണ്. ഓക്കെ, ദെൻ വീണ്ടും ഞാൻ ഈ ക്വറി എഴുതുകയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം ടീച്ചേഴ്സ് വേർ
ടീച്ചർ നെയിം ഈക്വൽസ് ലത. ഇപ്പോൾ ലത എന്നുള്ള ടീച്ചർ പേരുള്ള ടീച്ചർ വേണം എന്നാണ് പറയുന്നത്. ഓർ ഫോൺ ഈക്വൽസ് 157. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് കിട്ടും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 റിസൾട്ട് കിട്ടി. ആക്ച്വലി ഇവിടെ ലത എന്നുള്ള പേരുള്ളത് വന്നു, ഇവിടെ 157 എന്നുള്ള ഫോൺ നമ്പർ മാത്രം നോക്കിയിട്ട് നമുക്ക് സ്റ്റൂലിൽ നിന്നുള്ള റിസൾട്ട് വന്നു. സോ ഇതാണ് ഓർ ക്ലോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആൻഡ് ക്ലോസും ഓർ ക്ലോസും. ഇനി ചില സിറ്റുവേഷൻ നമുക്കിത് ആൻഡും ഓറും തന്നെ പലതവണ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത്തരം സിറ്റുവേഷൻ നമുക്ക് ബ്രാക്കറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. ബ്രാക്കറ്റുകൾ ഉപയോഗിച്ചിട്ട് അത്തരം സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അനില എന്നുള്ള പേരും ഫോൺ നമ്പർ 156ഉമായിട്ടുള്ള ടീച്ചറെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ലത എന്നുള്ള പേരും ഫോൺ നമ്പർ 157ഉമായിട്ടുള്ള ടീച്ചറെ സെലക്ട് ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് കരുതുക. അതായത് ഒന്നുകിൽ അനില 156 എന്നുള്ള കണ്ടീഷൻ വരണം, അല്ലെങ്കിൽ ലത 157 എന്നുള്ള കണ്ടീഷൻ വരണം. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ആൻഡ് ഓറും കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് നമുക്ക് ബ്രാക്കറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാക്കറ്റ് എഴുതിയിട്ട് നമുക്കത് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറയുകയാണ് സെലക്ട് സ്റ്റാർ ഫ്രം ടീച്ചേഴ്സ് വേർ, ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ഒന്നുകിൽ ടീച്ചർ നെയിം വേർ ടീച്ചർ നെയിം ഈക്വൽസ് അനില. സോ ടീച്ചർ നെയിം ഈക്വൽ ടു അനില ആൻഡ് ഫോൺ ഈക്വൽസ് 156. ഒന്നുകിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടീഷൻ ഒരുമിച്ച് വരേണ്ടതാണ്. ഇതിനൊരു ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടുകയാണ്. ഓക്കെ, വേർ ടീച്ചർ നെയിം ഈക്വൽ ടു അനില ആൻഡ് ഫോൺ 156. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം, അല്ല എങ്കിൽ ഓർ വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് പറയുകയാണ് ടീച്ചർ നെയിം ഈക്വൽസ് ലത ആൻഡ് ഫോൺ ഈക്വൽസ് 157. ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് നമ്മൾ 2 സെക്ഷൻ എഴുതിയേക്കാണ്. ഒന്നുകിൽ ടീച്ചർ നെയിം ഈക്വൽ ടു അനില ആൻഡ് ഫോൺ 156 ഓർ, ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇത് പറയാൻ കാരണം ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. ടീച്ചർ നെയിം അനില എന്നും ഫോൺ നമ്പർ 156 എന്നും ആവണം. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. സോ അതാണ് ഈ ക്ലോസ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കമ്പൈൻ ചെയ്ത് ആൻഡും ഓറും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന റിസൾട്ട് അനില എന്നും ഫോൺ നമ്പർ 156 ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ അത് കിട്ടും. ഒപ്പം ടീച്ചർ നെയിം ലത എന്നും ഫോൺ നമ്പർ 156ഉം 157ഉം ഉള്ളതാണെങ്കിൽ അതും കിട്ടും. നമ്മളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന റിസൾട്ട് ഉണ്ടോ, അനില 156. വേറെ അനില എന്നുള്ള ടീച്ചർ നെയിം ഉണ്ട്, അത് വന്നില്ല. ലത എന്നുള്ള ഈ ഒരു ടീച്ചർ മാത്രമായിരുന്നില്ല, വേറൊരു ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അനില എന്നുള്ള പേരിൽ ഫോൺ നമ്പർ 156ൽ ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ ലത എന്നുള്ള പേരിൽ ഫോൺ നമ്പർ 157ൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഓറിട്ട സമയത്ത് നമുക്കിതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഓക്കെ, ഇത് ഒന്നുമില്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത എല്ലാ റെക്കോർഡുകളും നമുക്കിവിടെ എടുത്തു തന്നേക്കാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസിനെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡും ഓറും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ മൾട്ടിപ്പിൾ കണ്ടീഷൻസിനെ ജോയിൻ ചെയ്ത് ഉപയോഗിക്കുന്നത്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. നമുക്കൊരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ആൻഡാണോ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഓറാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പം എനിക്ക് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ഞാൻ ആൻഡ് ഉപയോഗിക്കും. ഏതെങ്കിലും ഒന്ന് മതി എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ ഞാൻ ഓർ ഉപയോഗിക്കും. ഇനി എനിക്ക് മൾട്ടിപ്പിൾ തവണ, ഇപ്പം 2 കണ്ടീഷന് മാത്രമല്ല, ഞാനിവിടെ ഇപ്പം 2 കണ്ടീഷന് പറഞ്ഞുവെങ്കിലും 2 അല്ല, ഒന്നിലധികം വരുന്ന എത്ര നമ്പർ ഓഫ് കണ്ടീഷൻസിൽ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചർ നെയിം ഈക്വൽസ് അനില ഓർ ടീച്ചർ നെയിം ഈക്വൽസ് ലത ഓർ ടീച്ചർ നെയിം ഈക്വൽസ് സുരേഷ്, ഇങ്ങനെ അല്ലെങ്കിൽ അനിൽ, എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കമ്പൈൻ ചെയ്ത് ഓർ ആൻഡ് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എഴുതി പോകാം. 2 എണ്ണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതിപ്പം ഈ പറയുന്ന കണ്ടീഷൻസ് ഒന്നുകിൽ ടീച്ചർ നെയിം അനില, അല്ലെങ്കിൽ ലത, അല്ലെങ്കിൽ അനിൽ. അപ്പോൾ ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തേക്കുന്ന റെക്കോർഡുകൾ മുഴുവൻ എടുത്തിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുകയാണ്. സോ ഈ വീഡിയോ ഉപയോഗപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപയോഗപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ഒപ്പം അതിൻ്റെ കാരണം കൂടെ പറഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.
ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.